മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറിയിലെ ഡ്രെയിനേജ് ശുചീകരിക്കാനിറങ്ങിയ 2 ബേക്കറി ജീവനക്കാർ മരിച്ചു. കാരൂർ റോയൽ ബേക്കറിയിലെ പാചകക്കാരായ കുഴിക്കാട്ടുശ്ശേരി ചുരിക്കാടൻ സുനിൽകുമാർ, കാരൂർ പാണപ്പറമ്പിൽ ജിതേഷ് എന്നിവരാണ് മരിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വേലൂപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ കള്ളൻ കയറി. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറിയിലെ ഡ്രെയിനേജ് ശുചീകരിക്കാൻ ഇറങ്ങിയ 2 ബേക്കറി ജീവനക്കാർ മരിച്ചു. കാരൂർ റോയൽ ബേക്കറിയിലെ പാചകക്കാരായ കുഴിക്കാട്ടുശ്ശേരി ചുരിക്കാടൻ സുനിൽകുമാർ, കാരൂർ പാണപ്പറമ്പിൽ ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സംഭവം. ബേക്കറിയുടെ അടുക്കള ഭാഗത്തെ 7 അടിയോളം താഴ്ചയുള്ള ടാങ്കിൽ മാൻഹോൾ വഴിയാണ് ഇരുവരും ഇറങ്ങിയത്. ഇറങ്ങുന്നതിനിടെ കാൽവഴുതി വീണ സുനിലിനെ രക്ഷിക്കുന്നതിനിടെയാണ് ജിതേഷും വീണത്. 3 അടിയോളം ചെളി നിറഞ്ഞു കിടക്കുന്ന ഡ്രൈനേജിൽ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ S സുജിത്, സന്തോഷ് കുമാർ, RM നിമേഷ്, S അതുൽ, നിഖിൽ കൃഷ്ണൻ, സുരാജ് കുമാർ, U അനൂപ്, ഹോംഗാർഡുമാരായ KS അശോകൻ, KP മോഹനൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ ബേക്കറിയിൽ കുറേ നാളുകളായിട്ട് നടക്കുന്നൊരു ബേക്കറിയാണ്. അപ്പോൾ അതിൻ്റെ 2 പേര് ഇവിടുത്തെ 2 ജോലിക്കാർ തന്നെയാണ്, ജിതേഷും സുനിലും. അതിൻ്റെ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനായിട്ട് ജിതേഷ് ആദ്യം ഇറങ്ങി. അതിൻ്റെ ആദ്യം ഇറങ്ങി കോണി വെച്ച് ഒരാൾക്ക് ഇറങ്ങാനുള്ളൊരു ഇതുള്ളൂ. ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി. അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായി. രണ്ടാമത് മുകളിൽ നിന്ന സുനിൽ അദ്ദേഹത്തെ പിടിക്കാനിറങ്ങി. അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായത്. 2 പേരും മരണപ്പെട്ട സംഭവം ഉണ്ടായി. അതിദാരുണമായിട്ടുള്ള സംഭവമാണിത്. മീഡിയ ടൈം മാള. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വേലൂപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30 സംഭവം. പാലപ്പിള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സക്കീറിന്റെ കൈക്കും കാലിനും പരിക്കേറ്റു. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ കള്ളൻ കയറി. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടു. കൂടാതെ സ്കൂളിന്റെ അടുക്കളയുടെ പരിസരങ്ങളിൽ മുളകുപൊടി വാരി വിതറിയ നിലയിലാണ്. ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ 3 ടയറുകളും പഞ്ചറാക്കിയ നിലയിലാണ്. കൊടകര പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. രാവിലെ സ്കൂളിലെത്തിയ പാചക തൊഴിലാളികളാണ് മുളകുപൊടി വാരി വിതറിയ നിലയിൽ സംഭവം ആദ്യം കണ്ടത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. രണ്ടാമത് പ്രൊഫഷണൽ നാടകമേളയ്ക്ക് പുത്തൻവേലിക്കര ഉണ്ണിമിശിഹ ദേവാലയ അങ്കണത്തിൽ തുടക്കമായി. ഫാദർ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ കോളിൻ ഓട്ടോക്കാരൻ അധ്യക്ഷത വഹിച്ചു. നാടകരംഗത്തെ നിറസാന്നിധ്യമായ അനിൽ മാള, പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഷിബു താണിശ്ശേരി, രമ്യ ലിംസൺ, വയനാട് ദുരന്തമുഖത്തെ ആംബുലൻസുമായി സേവനത്തിനെത്തിയ സിജോ വഞ്ചിപ്പുരയ്ക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടകമേള കൺവീനർ ജിൻസൺ വാടപ്പള്ളി, ബിനു പടയാട്ടി, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിബി കൊടിയൻ എന്നിവർ സംസാരിച്ചു. നാടകമേളയിലൂടെ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച് ഭവനരഹിതരായ ഒരു കുടുംബത്തിനെങ്കിലും സ്വന്തമായി ഭവനം നിർമ്മിച്ചു കൊടുക്കാനാണ് ലക്ഷ്യമെന്ന് നാടകമേള കൺവീനർ ജിൻസൺ വാഴപ്പള്ളി പറഞ്ഞു. ആദ്യ ദിനം നിറഞ്ഞ സദസ്സിൽ ആറ്റിങ്ങൽ ശ്രീ ധന്യയുടെ അപ്പ നാടകം അവതരിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ, കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്, തിരുവനന്തപുരം സ്വാഗതിയുടെ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ, ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം എന്നിവ അരങ്ങേറും. സമാപന ദിവസമായ ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം നാടകത്തോടെ മേള സമാപിക്കും. ഇനി നാട്ടിൽ നടന്നത്. വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് അനധികൃത മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്തെ അനധികൃത മണ്ണെടുക്കലാണ് കോൺഗ്രസിന്റെ ശക്തമായ സമരത്തെ തുടർന്ന് നിർത്തിയത്.
പോലീസിന്റെ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടെ നിന്ന് മണ്ണെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് സമരക്കാരെ അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്ലിമിൽ മെമ്പർമാരായ MH ബഷീർ, ഷംസു വെടുത്തേരി, ബിജു പോൾ, കൃഷ്ണകുമാർ, മഹേഷ്, ജോബി, അസീസ്, സക്കീർ, ഹസീഫ്, അനസ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വയനാടിനൊരു കൈത്താങ്ങനായി ആർട്ടിസ്റ്റ് സുധി കൊടുങ്ങല്ലൂരിന്റെ ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. കിന്നരി എന്ന പേരിൽ കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം നോവലിസ്റ്റ് TK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരനും സാഹിത്യകാരനുമായ കലാധരൻ, ആർട്ടിസ്റ്റ് കുട്ടി കൊടുങ്ങല്ലൂർ, യഹിയ തളിക്കുളം, ഗിരീഷ് കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു. P. ഭാസ്കരൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയും രാംരാങ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷനും സംയുക്തമായാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടത്തിവരുന്ന ചാരേ തനത് പദ്ധതിയുടെ ഭാഗമായി കൊടകര BRCക്ക് കീഴിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കും ഓട്ടിസം കേന്ദ്രത്തിനും ആവശ്യമായ സഹായം മാള ക്ലസ്റ്റർ തലത്തിൽ കൈമാറി. മാള ക്ലസ്റ്ററിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ നോട്ട് ബുക്ക് ചലഞ്ചിലൂടെയും GHS കൊടകരയിലെ വളണ്ടിയർമാർ ഭക്ഷണ സ്റ്റാളുകൾ നടത്തിയും സമാഹരിച്ച തുകയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മാള ക്ലസ്റ്റർ കൺവീനർ A. തോമസ് പദ്ധതി വിശദീകരണം നടത്തി. കൊടകര BRC BPC ബിന്ദു VB സഹായം ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ M. സുധീർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആന്റണി ജോസ്, MPTA പ്രസിഡന്റ് അജിതകുമാരി, സീനിയർ അസിസ്റ്റന്റ് ഡിംപിൾ K. സണ്ണി, NSS പ്രോഗ്രാം ഓഫീസർ സ്വപ്ന TS എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, മാള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, അഷ്ടമിച്ചിറ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിനി ബെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ KV രഘു, ജോർജ് നെല്ലുശ്ശേരി, സാബു പോൾ എടാട്ടുകാരൻ, മാള ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ PJ അനീഷ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. മേഖലാ സെക്രട്ടറി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. PJ പോൾ അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, TB വിനോദ്, TV ഷാജു, PR ശിവാനന്ദൻ, ഗിരീഷ് കുഴൂർ, മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PJ പോൾ, വൈസ് പ്രസിഡന്റ് KK വർഗീസ്, സെക്രട്ടറി TB വിനോദ്, ജോയിന്റ് സെക്രട്ടറി ജെറി വിൻസെന്റ്, TV ഷാജു, PR ശിവാനന്ദൻ, ഡെന്നിസ് കൈതാരത്ത്, സന്തോഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബോട്ടിൽ ബൂത്തിന്റെ പരിസരം മാലിന്യ കൂമ്പാരമായി മാറുന്നു. ബോട്ടിലൊഴികെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ബോട്ടിൽ ബൂത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ പരാതി നൽകിയാൽ പഞ്ചായത്ത് നടപടിയൊന്നും എടുക്കുന്നില്ല എന്നും പരിസരവാസികൾ പറയുന്നു. ഓട്ടോ സ്റ്റാൻഡും ബേക്കറി പരിസരവും മലിനമാകുന്ന സാഹചര്യത്തിൽ ഈ ബോട്ടിൽ ബൂത്ത് ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു. മാള ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി A. അഷറഫ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ നിഷാഫ് കുര്യാപ്പള്ളി, അഡ്വക്കേറ്റ് VS അരുൺരാജ്, KN സജീവൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, ജോഷി കാഞ്ഞൂത്തറ, ജിയോ കൊടിയൻ, യദുകൃഷ്ണ എന്നിവർ സംസാരിച്ചു. പ്രതിശ്രുത വരൻ ഓർമ്മയായ വയനാട്ടിലെ ദുരന്തപുത്രി ശ്രുതിക്ക് സ്ഥലവും വീടുമൊരുക്കി ചാലക്കുടിയിലെ ഓൺലൈൻ കൂട്ടായ്മ. കൽപ്പറ്റയിലെ പൊന്നടയിലെ 11 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ വ്യാഴാഴ്ച നടക്കും. T. സിദ്ദിഖ് MLA കല്ലിടൽ ചടങ്ങ് നിർവഹിക്കും. 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടിന് 30 ലക്ഷത്തോളം രൂപ നിർമ്മാണ ചെലവെന്ന് ടൈംസ് ന്യൂസിന്റെ ഡയറക്ടർമാരായ ഇനോ ജോസഫ് ആന്റണി, ഡെനീഷ് ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി വീട്ടമ്മ ബീനയാണ് വീട് നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം നൽകിയത്.
തൊഴിലിടത്തിലെ ചൂഷണങ്ങളിൽ മനംനൊന്ത് ജീവൻ നഷ്ടപ്പെട്ട അന്ന സെബാസ്റ്റ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾക്കെതിരെ ദൈവത്തിൽ അഭയം പ്രാപിക്കണമെന്ന പ്രസ്താവന തൊഴിലാളികളോടുള്ള, പ്രത്യേകിച്ച് യുവാക്കളോടുള്ള വെല്ലുവിളിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മാള ബ്ലോക്ക് സെക്രട്ടറിയുമായ സി ധനുഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് IS അക്ഷയ് അധ്യക്ഷത വഹിച്ചു. PV വിനു, സാലിഖ് ഫസലുദ്ദീൻ, സാന്ദ്ര മോഹൻ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാറക്കടവ് ബ്ലോക്ക് വനിതാ കൺവെൻഷൻ ചെങ്ങമനാട് നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വനിതാ കൺവീനർ മോളിക്കുട്ടി സെബാസ്റ്റ്യൻ അധ്യക്ഷയെ, PK ശാന്ത, ഖാദർ അലി, അംബുജാക്ഷൻ, KR വിൻസെന്റ്, തങ്കമ്മ വേലായുധൻ, PP ബീന, ശൈലജ ടീച്ചർ, സുഭദ്ര എന്നിവർ സംസാരിച്ചു. കമല വിലാസ് കൺമഷി പുസ്തകത്തിന്റെ രചയിതാവ് മായ നടേശനെയും പിന്നിലാവ് പുസ്തകത്തിന്റെ രചയിതാവ് ഇന്ദിര ശിവള്ളി നാരായണനെയും ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറിയിലെ ഡ്രെയിനേജ് ശുചീകരിക്കാൻ ഇറങ്ങിയ 2 ബേക്കറി ജീവനക്കാർ മരിച്ചു. കാരൂർ റോയൽ ബേക്കറിയിലെ പാചകക്കാരായ കുഴിക്കാട്ടുശ്ശേരി ചുരിക്കാടൻ സുനിൽകുമാർ, കാരൂർ പാണപ്പറമ്പിൽ ജിതേഷ് എന്നിവരാണ് മരിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വേലൂപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ കള്ളൻ കയറി. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.